എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാസത്യമാണ്. ജ്യോതിഷം ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. ഭൂമിയിലുള്ള സർവ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു മഹാസത്യം, ഒരു മഹാശാസ്ത്രമാണ്. ജ്യോതിഷത്തിൽ പരിഹാരമെന്നത് ഒന്നില്ല. പരിഹാരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പൈസ ചെലവാക്കരുത് എന്നുള്ളതാണ് ഒരപേക്ഷ. ചിങ്ങരാശിക്കാർ ഭാര്യ ഭർത്താക്കന്മാരും ഇപ്പോൾ ചിങ്ങരാശിക്കാരായിട്ടുള്ള കുട്ടികളും കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. സ്നേഹമുള്ള എല്ലാ ചിങ്ങരാശിക്കാരും ഇത് കേട്ട് ശ്രദ്ധയോടെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ലോകത്ത് ചിങ്ങരാശിക്കാരെന്ന് പറയുന്നവർ മാലാഖമാരാണ്. മാലാഖ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ സ്ത്രീകൾ മാത്രമാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാണ് മാലാഖമാർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആണുങ്ങളായിട്ടുള്ളവരും മാലാഖമാരുണ്ട്. ചിങ്ങൻ രാശിക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും മാലാഖമാർ തന്നെയാണ്. ഈ ലോകത്ത് ചിങ്ങരാശിക്കാരെക്കാളും സ്നേഹിക്കാനും പരിലാളിക്കാനും അറിയാവുന്നവർ വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ. സ്നേഹിച്ചു തുടങ്ങിയാൽ ചിങ്ങരാശിക്കാർ സ്നേഹിച്ചു കൊല്ലും. പക്ഷേ ഇടഞ്ഞാലോ? കൽപ്പിക്കുന്നതിനും കൽപ്പന എളിതിൽ നടപ്പാക്കാനും കഴിവുള്ള ചിങ്ങരാശിക്കാർക്ക് ചിങ്ങരാശിയുടെ രാശിനാഥനായ സൂര്യൻ എപ്പോഴും തുണ നിൽക്കാറുണ്ട്. സൂര്യനെ പോലെ ശോഭിക്കുന്നവരും സൂര്യനെ പോലെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരുമാണ് ചിങ്ങരാശിക്കാർ. ചിങ്ങരാശിക്കാരിൽ ഒരുപാട് പേർ നേഴ്സുമാരുണ്ടെന്നുള്ളത് ഒരു മഹാസത്യമാണ്. ഒരുപാട് പേർ നേഴ്സ് ജോലി ചെയ്യുന്നവരാണ് ചിങ്ങരാശിക്കാർ. ചെറുപ്പകാലങ്ങളിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ട് പിന്നീട് വിവാഹത്തിന് ശേഷം വീട്ടമ്മയായി ഇപ്പോൾ വേറെ ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. മകം 4 പാദങ്ങളും പൂരം 4 പാദങ്ങളും ഉത്രം ഒരേ ഒരു പാദവും അടങ്ങിയതാണ് ചിങ്ങരാശിക്കാർ. ഇതിൽ മകം നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതു ദശയിലാണ്. ഏകദേശം 5-6 വർഷം അല്ലെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ ഇവർക്ക് ശുക്രദശ ആരംഭിക്കാറുണ്ട്. പൂരം നക്ഷത്രമാകട്ടെ ജനിക്കുന്നത് തന്നെ ശുക്രദശയിലാണ്. ശുക്രദശ എന്ന് പറയുന്നത് ഏകദേശം 20 വർഷം കാലയളവുള്ളതാണ്. ഈ ശുക്രദശ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സർവഭൗതിക സുഖങ്ങളെയും ലൗകിക സുഖങ്ങളെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും അതിലോട്ട് വലിച്ചിഴയ്ക്കുകയും അതിനെ ആശപ്പെടുത്തുകയും അത് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദശയാണ് ശുക്രദശ. ഇത്തരമൊരു ദശ വളരെ ചെറുപ്പത്തിൽ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇപ്പോൾ ചിങ്ങരാശിക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ചിങ്ങരാശിക്കാർ പല വലിയ തുറകളിലുണ്ട്. ഡോക്ടർമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. എല്ലാ തുറകളിലും വിലസി നിൽക്കുന്നവരാണ് ചിങ്ങരാശിക്കാർ. നിങ്ങൾ മഹാരാജാവാണെങ്കിലും നിങ്ങളുടെ സുഖദുഃഖങ്ങളും നിങ്ങളുടെ ഭാഗ്യനിർഭാഗ്യങ്ങളും നിങ്ങളുടെ ജാതകവും ജനിച്ച സമയവും ജാതകവുമാണ് തീരുമാനിക്കുന്നത്. ഇത്തരം ചിങ്ങരാശിക്കാർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്യുന്നതിയിലേക്ക് വളരെ സംതൃപ്തിയോടെ കുതിച്ചുയരാമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ചിങ്ങരാശിക്കാർ അവരുടെ ലൈഫ് പാർട്ട്ണറോട്, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും ഭർത്താവാണെങ്കിൽ ഭാര്യയോടും നടക്കുന്ന വിധം കണ്ടു കഴിഞ്ഞാൽ മറ്റ് രാശിക്കാർക്കെല്ലാം അസൂയ തോന്നും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അസൂയ തോന്നും. അതുപോലുള്ള സ്ത്രീകൾ ചിങ്ങരാശിക്കാർ ഭർത്താക്കന്മാരോട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അസൂയ തോന്നും. അത്രയും സ്നേഹം കാണിക്കാനും പ്രകടിപ്പിക്കാനും ഇവർക്ക് സാധിക്കും. അത്രയും കൈക്കുമ്പിളിൽ വെച്ചിട്ട് നടക്കും ചിങ്ങരാശിക്കാർ അവരുടെ ലൈഫ് പാർട്ട്ണറെ. അവരോട് അവരുടെ ഇഷ്ടത്തിന് ഇണങ്ങി നിന്നാൽ എത്രയൊക്കെ സ്നേഹപ്രകടനങ്ങൾ കാണിച്ചാലും ചിങ്ങരാശിക്കാർക്ക് ഒരു നല്ല ഭാര്യയാകാനോ അല്ലെങ്കിൽ ഒരു ഭർത്താവാകാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് മഹാസത്യം. എന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്ക് പെട്ടെന്ന് ഭവിക്കുന്ന ഒരു കാര്യമല്ല ചിങ്ങരാശിക്കാർക്ക്. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ പറഞ്ഞതുപോലെ, കടകരാശിക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ചിങ്ങരാശിക്കാർക്കും. ചിങ്ങരാശിക്കും 7-ാം ഇടത്തിലാണ് ശനി ഇരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ടിരിക്കുന്ന ഒരു ചിലരെങ്കിലും ചോദിക്കാം, ഇതേയാണല്ലോ കടകരാശിക്കും പറഞ്ഞത് എന്ന്. രാശിചക്രത്തിൽ 10-ാം ഇടത്തിലും 11-ാം ഇടത്തിലും അടുത്തടുത്ത് വീടുകളിൽ ആட்சி ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത രാശിക്കാരായ കടകത്തിനും ചിങ്ങത്തിനും ഒരേ തരത്തിലുള്ള ഫലങ്ങൾ അവർ കൊടുക്കും. ശനി മകരത്തിലും കുംഭത്തിലും ഒരേ രീതിയിൽ
അങ്ങനെ വിലസിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർക്കിടക രാശിക്കാർക്കും ചിങ്ങ രാശിക്കാർക്കും ഒരേ രീതിയിലുള്ള ഫലങ്ങളായിരിക്കും കൊടുക്കാറുള്ളത്. ചിങ്ങരാശിക്കാരുടെയും കളത്രസ്ഥാനത്ത് ശനി ഇരിക്കുന്നതിനാൽ, ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ചിങ്ങരാശിക്കാരുടെ വിവാഹ ജീവിതം ഒരു മഹാസംഭവമായിരിക്കും. മകം നക്ഷത്രക്കാർക്ക് കുടുംബജീവിതം സെറ്റാവുകയില്ല എന്ന് ഗ്രാമത്തിലെ പൊതുവായിട്ടുള്ള ഒരു സംസാരമുണ്ട്. ചിങ്ങരാശിക്കാർക്ക് വിവാഹം നിശ്ചയിച്ചതിന് ശേഷം 1, 2, 3 പ്രാവശ്യം അത് നിന്നു പോകാൻ സാധ്യതയുണ്ട്. ചില ചിങ്ങരാശിക്കാർക്ക് വിവാഹമെല്ലാം തീരുമാനിച്ച് കല്യാണ മണ്ഡപം വരെ എത്തി, അല്ലെങ്കിൽ ദേവാലയങ്ങൾ വരെ എത്തി നിന്നുപോയ ചരിത്രവും ഉണ്ട്. പ്രണയമായാലും മറ്റേതെങ്കിലും ഒരു ബന്ധമായാലും വിവാഹബന്ധമായാലും നിരന്തരമായി നിലനിർത്താൻ ചിങ്ങരാശിക്കാരെ കൊണ്ട് പ്രയാസമാണ്. കാരണം ഇവരുടെ 7ാം ഇടത്തിലിരിക്കുന്ന ശനീശ്വരനുടെ സ്വാധീനം തന്നെയാണ്. കൂടുതൽ ചിങ്ങരാശിക്കാർക്കും വിവാഹം എന്ന് പറയുന്നത് പ്രണയവിവാഹം തന്നെ ആയിരിക്കും. കൂടുതലും പേര് അവരുടെ ഇഷ്ടത്തിന് ഓടിപ്പോയി കല്യാണം കഴിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ വീട്ടിൽ അറേഞ്ച് ചെയ്താലും അവരുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യുന്ന വിവാഹമായിരിക്കും. ഇത്തരം വിവാഹങ്ങൾ ചിലപ്പോൾ പ്രണയവിവാഹം എന്നുപോലും ചില സമയത്ത് പറയാൻ സാധിക്കുകയില്ല. ഒരു പ്രഭാതത്തിൽ ഒരു വ്യക്തിയെ കാണുകയും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വ്യക്തിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ചിങ്ങരാശിക്കാർക്ക് ഉണ്ടാകാറുണ്ട്. എത്രയൊക്കെ നമ്മൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചാലും ചിങ്ങരാശിക്കാരുടെ വിവാഹം ചെറുതായിട്ട് പറഞ്ഞാൽ അത് പ്രണയ വിവാഹം തന്നെ ആയിരിക്കും. ഇതിൽ എന്നാ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിങ്ങരാശിക്കാരുടെ മനസ്സിലുള്ള സങ്കല്പത്തിനും സൗന്ദര്യ സങ്കല്പത്തിനും അനുസരിച്ചുള്ള ലൈഫ് പാർട്ണറെ അവർക്ക് ചിലപ്പോൾ കിട്ടാതെ പോകും. ചിങ്ങരാശിക്കാരുടെ രാശിനാഥൻ സൂര്യനായതുകൊണ്ട് മറ്റുള്ളവരെ ആജ്ഞാപിച്ച് സ്വൽപ്പടിയിൽ നിർത്താനും തൻ ആഗ്രഹങ്ങൾ അവരെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുമുള്ള അവരുടെ വ്യഗ്രത, അവരുടെ ബന്ധങ്ങൾ എത്ര നാൾ നിലനിൽക്കും എന്ന് കണക്കിടുവാൻ സാധ്യമല്ല. അവരുടെ ചിങ്ങരാശിക്കാരുടെ കർക്കശമായ സ്വഭാവം കുറച്ച് തളർത്തിയെടുത്താൽ എല്ലാം നന്നായി മുന്നോട്ട് പോകും എന്ന് എനിക്കൊരഭിപ്രായമുണ്ട്. ഭൂരിഭാഗം ചിങ്ങരാശിക്കാരുടെയും വിവാഹ ജീവിതം 2, 3 നാൾ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ശിഥിലമായി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ചില പേർ ആദ്യ രാത്രി തന്നെ ഭയങ്കര വഴക്കിട്ട് ആദ്യ രാത്രി നടത്തുന്നവരും ഉണ്ടാകും. ചിങ്ങരാശിക്കാരുടെ പ്രണയം ഒരിടത്തിൽ നിലനിൽക്കുകയില്ല. അതിങ്ങനെ പറന്ന് കടൽ കടന്ന് മല കടന്ന് കാനനം കടന്ന് അങ്ങനെ പറന്ന് പോയിട്ടേയിരിക്കും. ഈ പറന്നു പോകുന്ന പ്രണയത്തിനെ നിങ്ങളെക്കൊണ്ട് ചങ്ങലക്കിടാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു മഹാ അത്ഭുതമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ചിങ്ങരാശിക്കാരുടെ ജീവിതം അവസാനം വരെ, അവരെത്ര വയസ്സായാലോ അവസാന ഒരു നിമിഷം ഉണ്ടെങ്കിൽ ആ നിമിഷം വരെയും ഒരു സാങ്കല്പിക ലോകത്തിലായിരിക്കും ഇങ്ങനെ പറന്ന് നടക്കുക. ചിങ്ങരാശിക്കാരുടെ മുഖത്ത്, അത് പലർക്കും അവർക്ക് അറിയാതെ തന്നെ, ഒരു വശീകരണ ശക്തി എപ്പോഴും ഒളിഞ്ഞിരിക്കും. ഒരു മഹാശക്തിയുള്ള വശ്യമരുന്ന് അവരുടെ മുഖത്ത് പൂശിയിരിക്കും. മറ്റുള്ളവരെ വളരെ എളിതിൽ വശീകരിക്കാൻ ഇവർക്ക് സുലഭമായി നടക്കും എന്നുള്ളതാണ് സത്യം. ഇത് ചിങ്ങരാശിക്കാരുടെ വരമാണോ ശാപമാണോ എന്നുള്ളത് അനുഭവിച്ചവർക്കേ അറിയും. പുതിയ വസ്ത്രങ്ങളും മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങളും എപ്പോഴും പുതുതായിട്ട് അണിഞ്ഞ് അഴക് വർദ്ധിപ്പിക്കണമെന്ന് ചിങ്ങരാശിക്കാർക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുമുണ്ട്. പക്ഷേ ജീവിത അവസാനം വരെ അത് സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ചിങ്ങരാശിക്കാർ പൊതുവെ ആൺകളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും വളരെ വാക്ചാതുര്യമുള്ളവരാണ്. വളരെ മനോഹരമായി സംസാരിക്കുകയും മറ്റുള്ളവരെ സംസാരിച്ച് കീഴടക്കുകയും ചെയ്യും. ചിങ്ങരാശിക്കാരിൽ ഒരുപാട് പ്രാസംഗികരുണ്ട്. പ്രസംഗിക്കുന്നത് മാത്രമല്ല, അവർ പ്രസംഗിക്കുമ്പോൾ വളരെ ഘോരമായി തത്വചിന്തകളും ജീവിതചര്യകളും വാരി വീശും. പക്ഷേ ഇവരുടെ വാക്ചാതുര്യം മറ്റുള്ളവരെ സ്വാധീനിക്കുമെങ്കിലും ഈ പറയുന്ന വാക്കുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിൽ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ചിങ്ങരാശിക്കാരുടെ ശരീരം ഒരു കാന്തം പോലെയാണ്. മറ്റുള്ളവരെ വളരെ എളിതിൽ ആകർഷിക്കും. എങ്ങനെയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കൂട്ടി ഗണിച്ച് ഒക്കെ നോക്കിയാലും ചിങ്ങരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്
ഒരു കടങ്കഥ തന്നെയാണ്. വയസ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ 7-ാം ഇടത്തിലിരിക്കുന്ന, നിങ്ങളുടെ കളത്ര സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ വിവാഹ ജീവിതം, പ്രണയബന്ധങ്ങൾ, മറ്റു ചില ബന്ധങ്ങൾ, അതിലുമുപരി പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ശനിയുടെ ചെയ്യലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എത്രയൊക്കെ നിങ്ങൾ മാളികയിൽ വസിച്ചാലും, ആനപ്പുറത്ത് സഞ്ചരിച്ചാലും, ദരിദ്രനായാലും രാജാവായാലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു ചീത്തപ്പേരുണ്ടാകും, നിങ്ങളുടെ എതിർലിംഗക്കാരുടെ പേര് പറഞ്ഞ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ രാശിക്കാർ അയ്യോ നമ്മളേതോ വലിയ തെറ്റ് ചെയ്തു പോയി എന്ന് മനസ്സിൽ സങ്കല്പിക്കുകയും തലകുനിഞ്ഞ് നടക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം ഉണ്ട്, അത് അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് ജന്മ സാഫല്യം. ഈ രാശിയിൽ ലോകത്തെ തന്നെ മാറ്റിമറിച്ച കിടിലൻ ഭരണാധികാരികൾ ഉണ്ട്. വലിയ വലിയ, ഞാൻ മുമ്പ് പറഞ്ഞു, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചവരുണ്ട്, ലോകത്തിൻ്റെ നിറം തന്നെ മാറ്റിയവരുണ്ട്. പക്ഷേ ചിങ്ങരാശിക്കാരുടെ ജീവിതം, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം, അപ്പോഴും ഒരു ചോദ്യചിഹ്നമായാണ് നിൽക്കുന്നത്. ഭൂരിഭാഗം ചിങ്ങരാശിക്കാരുടെ ജനനം അവരുടെ മാതാപിതാക്കളെ വേർപിരിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേർപിരിക്കാനുള്ള തുടക്കത്തിലായിരിക്കും. കാരണം കുട്ടിക്കാലം മുതലേ ഇവരുടെ കൂടെ ഒരു സംരക്ഷണ വലയമുണ്ടായിരിക്കുകയില്ല. അവരെ സംരക്ഷിക്കാനുള്ളവർ അവരെ കൂടെ ഉണ്ടാവുകയില്ല. അവരെ പറഞ്ഞുകൊടുത്ത് നേർവഴിക്ക് നയിക്കാനുള്ളവർ അവരുടെ കൂടെ ഉണ്ടാകാറില്ല. ഇത് അവരെ പല സാഹചര്യങ്ങളിലും വലിച്ചിഴയ്ക്കാനുള്ള ഒരു ഗ്രഹങ്ങളുടെ ഒരു തന്ത്രമാണ്. എപ്പോഴും ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ശനി ഒരുത്തർക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം കൊടുക്കണം എന്നുദ്ദേശിച്ച് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനുമുള്ളവരെ അവരടുത്ത് നിന്നും തുടച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ചിങ്ങരാശിക്കാരായിട്ടുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചെറിയ വയസ്സിൽ തന്നെ കുടുംബഭാരത്തെ എടുത്ത് തലയിൽ വെക്കുകയും കുടുംബത്തിനു വേണ്ടി ഒഴിയാതെ വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് ചിങ്ങരാശിക്കാർ. ഈ ചിങ്ങരാശിക്കാർ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ചെയ്ത ചില തവറുകൾ, ചെറുപ്പകാലങ്ങളിൽ ചെയ്ത ചില തെറ്റുകൾ മൂലം അവർ ജനിച്ച നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള നാടുകളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ വിട്ടകന്ന് ദൂരദേശങ്ങളിൽ വസിക്കേണ്ടി വരുന്ന യോഗമുണ്ട്. നാട്ടിലൊക്കെ എല്ലാവരും പറയും മകം മങ്കയായും പൂരം പുരുഷനായും ജനിക്കണം എന്നൊക്കെ. പക്ഷേ ചിങ്ങരാശിയിൽ ജനിച്ച് വളർന്ന ചിങ്ങരാശിക്കാരായിട്ടുള്ള മകം പൂരം നക്ഷത്രക്കാർക്ക് അറിയാം അതെത്ര സത്യമാണെന്ന്. ചിങ്ങരാശിക്കാരുടെ മനസ്സിൽ എപ്പോഴും അവസാനം വരെ അവർക്കൊരാഗ്രഹമാണ് ദാമ്പത്യ ജീവിതം മുഴുവനായി അനുഭവിച്ച് അതിൻ്റെ സുഖം അനുഭവിച്ച് തീർക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഖേദം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവേ ദൈവവിശ്വാസം വളരെ കുറവാണ്. പക്ഷേ അത് അവർ വെളിയിൽ കാണിക്കാറില്ല. പക്ഷേ ദേവാലയങ്ങളിൽ പോകാറുണ്ട്. എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യാറുമുണ്ട്. ചിലർ ജീവിതത്തിൻ്റെ ആദ്യ പകുതി കടന്ന ശേഷം ആദ്യ പകുതിയിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയും രണ്ടാമത് പകുതി ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ പേര് പറഞ്ഞ് അതിൻ്റെ വസ്ത്രമണിഞ്ഞിട്ട് ഘോരഘോരമായി പ്രസംഗിക്കുകയും ആത്മീയതയിലേക്ക് നടന്നു നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ലോകത്തുള്ള ഒരുപാട് ചിങ്ങരാശിക്കാർ വിവാഹബന്ധം വേർപെടുത്തി അവരുടെ മക്കളോടുകൂടിയും ചിലപ്പോൾ കുട്ടികളെ വിട്ടുകൊടുത്ത് തനിച്ചും ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ജീവിതം വേർപെടുത്താതെ തന്നെ ഒരേ വീട്ടിൽ ഒരേ റൂമിൽ താമസിച്ച് ദാമ്പത്യ സുഖം അനുഭവിക്കാതെ ജീവിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. സ്വന്തം മാതാപിതാക്കളോട് അളവറ്റ സ്നേഹവും സഹോദരങ്ങളോടും അളവറ്റ സ്നേഹമുള്ളവരും അവർക്ക് വേണ്ടി വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവരുമാണ്. ജോലി ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിങ്ങരാശിക്കാർ. പക്ഷേ ഇവരിൽ ഭൂരിഭാഗം പേർക്കും പിന്നീടുള്ള കാലം ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലോട്ട് കടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവരെ വെറുക്കുന്ന ഒരു സാഹചര്യവും കൂടെ ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നു. ചിങ്ങരാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾ, അതും ചിങ്ങരാശിക്കാരായിട്ടുള്ളവർ, ചിങ്ങരാശിക്കാരല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ സ്വന്തം ആശകളും അഭിലാഷങ്ങളെയും കുറച്ചുനാൾ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മക്കൾക്കു വേണ്ടി അവരോട് ചേർന്ന് നിന്ന് അവരെ നേർവഴിയിൽ നയിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല.
പക്ഷേ നിങ്ങളത് ചെയ്യണം. ചെറിയ വയസ്സിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒരുപാട് സന്ധിക്കുകയും അതിൻ്റെ പരിണിത ഫലം ജീവിത അവസാനം വരെ തോളിലേറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു യോഗമാണ് ചിങ്ങരാശിക്കാർക്കുള്ളത്. ഇതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ടുള്ള ഒന്നും കാര്യമില്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യനും ഓരോ മൺകുടമാണ്. അതിന് ഓരോ ആകൃതിയുണ്ട്, ഓരോ വലിപ്പമുണ്ട്, ഓരോ തരത്തിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇതിനകത്ത് നമ്മൾ ജലം നിറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതിക്കും അതിൻ്റെ സൈസിനും അനുസരിച്ചാണ് നമുക്കത് നിറയ്ക്കാൻ കഴിയുക. അപ്പോൾ മനുഷ്യൻ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കുകയും അവർക്ക് അവരുടേതായ ചില വ്യത്യാസങ്ങളുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മുളക് പൊടിയായി ജനിച്ചിട്ട് മറ്റുള്ളവരെ കാപ്പിയിൽ മധുരമായി അലിഞ്ഞു ചേർത്ത് സന്തോഷിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഒരു കാലത്തും നടക്കത്തില്ല. അത് പഞ്ചസാരയായിട്ട് തന്നെ നമ്മൾ ജനിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ജനനത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സാൽ ഇതാണ് നമ്മളുടെ ജീവിതം, ഇതാണ് നമ്മളുടെ നെഗറ്റീവ് പോയിൻറ്റ്സ്, ഇത് നമ്മൾ വളർത്താൻ പാടില്ല, ഇതൊക്കെയാണ് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ടാലൻറ്റ്, അത് നമ്മൾ വളർത്തണം എന്നൊക്കെ നിങ്ങളൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിങ്ങരാശിക്കാർക്കും നല്ല ഒരു ജീവിതം തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ പരിശ്രമിക്കണം. ഇതിനെക്കാട്ടി നിങ്ങൾ പലരും എന്നോട് ഫോൺ ചെയ്ത് എൻ്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി, അവരെ ചേർക്കാൻ എന്തെങ്കിലും ചെയ്യാമോ, ഇല്ലെങ്കിൽ ഭർത്താവ് ശല്യമാണ്, അത് എന്നെ വിട്ട് പിരിഞ്ഞു പോകാൻ എന്തെങ്കിലും മന്ത്രങ്ങൾ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര്, അതിലും ചിങ്ങരാശിക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയുന്നത്, അതിൻ്റെ കൂടെ അവർ പറയും എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയി. എന്തൊരു തലയിലെഴുത്താണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ തലയിലെഴുത്ത് അവൻ ജനിക്കുമ്പോൾ എഴുതുന്നതല്ല, അവൻ ജനിക്കുന്നതിന് 7 തലമുറയ്ക്ക് മുന്നേ എഴുതുന്നതാണ്. 7 തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ 7 തലമുറയ്ക്ക് മുമ്പ്, ഏകദേശം 400-420 വർഷം മുമ്പ് നിങ്ങളെപ്പോലൊരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ജനിക്കുമെന്നും അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ആരെയെല്ലാം നിങ്ങൾ സന്ധിക്കുമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമി ചെയ്യുമെന്നും എഴുതി അവസാനം നിമിഷം വരെയും എഴുതി വെക്കുന്നതാണ് നിങ്ങളുടെ തലയിലെഴുത്തെന്ന് പറയുന്നത്. ഇത് ഒരു മഹാസംഭവമാണ്. നിങ്ങളിത് മനസ്സിലാക്കുക. നമുക്ക് തന്ന ജീവിതം നമ്മൾ മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് നോക്കാതെ അനുഭവിച്ച് ജീവിച്ച് തീർക്കുക. എല്ലാ ചിങ്ങരാശിക്കാരും വളരെ സന്തോഷത്തോടും വളരെ സംതൃപ്തിയോടും ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി. ഓലച്ചുവടി.